ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മെയിനായിട്ട് പറഞ്ഞത് ഫ്യൂൽ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ മേടിച്ചു തന്നിട്ടുണ്ട്, കസ്റ്റമർ മേടിച്ചു തന്നതാണ്. ടോളിനിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് കോൺസെപ്റ്റ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്, ഗ്രിപ്പ് ഓവർ മാറ്റണം, മിററിൻ്റെ ബൂട്ട് സെറ്റ് ചെയ്യണം, അതൊക്കെയാണ് പറഞ്ഞത് അവർക്ക് കേട്ടോ. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ കാര്യങ്ങളൊന്നുമില്ല. ജനറൽ സർവീസോ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയത്തെ വർക്കുകളും കൂടി ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുള്ളൂ. നിലവിൽ അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന വർക്കുകളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് ടയർ മാറ്റാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. നമുക്ക് തന്നേക്കണത് ടോളിൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ടയറാണ്. അപ്പോൾ ആ ടയർ മാറ്റാൻ വേണ്ടി അയച്ചു വെച്ചാനാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്തേ കോൺസെപ്റ്റിൻ്റെ ടൈറ്റാണ്. കോൺസെപ്റ്റ് അടിയുണ്ട്, അതാണ് ഫ്രണ്ടിലത്തെ വേറൊരു കംപ്ലയിൻറ്റ്. ചെറിയൊരു കെട്ടറി ചാടിയാൽ പോലും അടി കാണിക്കുന്നുണ്ട് കോൺസെപ്റ്റിൻ്റെ ഭാഗം. ടൈറ്റ് ചെയ്ത് നോക്കാം, കിട്ടില്ല എന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റ് മാറ്റേണ്ടി വരും. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ കോൺസെപ്റ്റ് മാറ്റാണെങ്കിൽ എത്ര ചിലവ് വരുമെന്ന് ഉൾപ്പെടുത്തി അതടക്കമുള്ള എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ കംപ്ലയിൻറ്റ് പറഞ്ഞത് പെട്രോൾ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് നോക്കി, ഇവിടെ ഫ്യൂൽ ഫ്ലോട്ടിൻ്റെ ഭാഗത്തോടെ കണക്ട് ചെയ്തൊക്കെ നോക്കി. പക്ഷേ അത് മീറ്ററിൻ്റെ കംപ്ലയിൻ്റാണ്, മീറ്റർ അസംബ്ലിയാണ് കംപ്ലയിൻറ്റ് കേട്ടോ. അത് മാറ്റിയാലാണ് അത് റെഡി ആവുള്ളൂ. പിന്നെ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ ഹെഡ്ലൈറ്റിനകത്തൊക്കെ വെള്ളം കയറി കിടക്കാനുണ്ട്. ഈ സൈഡൊക്കെ ഇതൊക്കെ അതേ വെള്ളം കാണാൻ ഇതിനകത്ത് ഈർപ്പടിച്ച് ഫുള്ള് വെള്ളം കയറിയൊക്കെയാണ്. ഞാനപ്പോൾ അത് കണ്ടപ്പോൾ പറഞ്ഞെന്നുള്ളൂ. പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ പൊട്ടിയിരിക്കുന്നുണ്ട് സൈഡ്. ഫ്രണ്ട് വീൽ നമ്മൾ അഴിക്കുമ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് മാറ്റിയിടേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. എസ്റ്റിമേറ്റിലെ കോൺസെപ്റ്റും കൂടി ഉൾപ്പെടുത്തി, കോൺസെപ്റ്റ് മാറ്റുമ്പോൾ എത്ര ചിലവ് വരുമെന്നും കൂടി അടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണേ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാക്കാം. ഇപ്പോൾ കോൺസെപ്റ്റിനെ ടൈറ്റ് ചെയ്ത് നോക്കാം, കിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. നോക്കിയിട്ട് ഞാൻ പറയാം എന്തായാലും കേട്ടോ. ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കണേ.